റിട്ടയർ ആയ അമേരിക്കൻ മെറൈൻ ഓഫീസറാണ് ലുവാൻ ജോൺസൺ എന്ന ഈ സ്ത്രീ. തന്റെ ഭർത്താവുമായിട്ടുള്ള ബന്ധം ഡൈവോഴ്സ് ആയതിനു ശേഷം പുള്ളിക്കാരി ഒരു ഹൈസ്കൂളിൽ ടീച്ചർ വേക്കൻസി ഉണ്ട് എന്ന് അറിഞ്ഞു വന്നതാണ്. അതേ സ്കൂളിൽ ജോലി ചെയ്യുന്ന അധ്യാപകനാണ് ഹാൽ ഗ്രിഫിത്ത് എന്ന ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കെയർ ഓഫിലാണ് ലുവാൻ ആ സ്കൂളിൽ ജോലി തേടി വന്നിട്ടുള്ളത്. സോ ഇതാണ് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ കാർല നിക്കോളസ്. വൈസ് പ്രിൻസിപ്പൽ ലുവാന്റെ CV നോക്കുകയാണ്. അതിനുശേഷം പുള്ളിക്കാരി കാര്യത്തിലേക്ക് കടന്നു. അതായത് ഞങ്ങൾക്ക് ഇവിടെ വേണ്ടത് ഒരു സാധാരണ ടീച്ചറിനെ അല്ല, ഈ സ്കൂളിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമായിട്ട് ഒരു ക്ലാസ് നടത്തുന്നുണ്ട്. മിസ്സിസ് ഷെപ്പേർഡ് എന്ന ടീച്ചർ ആയിരുന്നു ആ ക്ലാസ് മാനേജ് ചെയ്യുന്നുണ്ടായത്. എന്നാൽ പുള്ളിക്കാരി തന്റേതായ കാരണം കൊണ്ട് ജോലി രാജിവെച്ചു. ഇപ്പോൾ ആ സ്ഥാനത്ത് ടെമ്പററി അല്ല, ഫുൾ ടൈം പൊസിഷൻ അവൈലബിൾ ആണ്. താങ്കൾക്ക് അത് ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടോ? അപ്പോൾ ലുവാൻ പറയാണ്, ആക്ച്വലി ഞാൻ സ്പെഷ്യൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വന്നതല്ല, സാധാരണ ടീച്ചർ ആവാൻ വന്നതാണ്. അപ്പോഴാണ് വൈസ് പ്രിൻസിപ്പൽ ആ സ്പെഷ്യൽ ക്ലാസിന്റെ ടീച്ചറിന്റെ സാലറി പറഞ്ഞത് $24,700 പെർ ഇയർ. അതൊരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തുകയാണ്. അത് കേട്ടപ്പോൾ ലുവാന് താല്പര്യം വന്നു. മിസ്റ്റർ ഹാൽ ഗ്രിഫിത്ത് പഠിപ്പിക്കുന്ന ക്ലാസിന്റെ തൊട്ടടുത്തുള്ള ക്ലാസ്സിലായിരിക്കും ലുവാൻ പഠിപ്പിക്കാനായി പോകുന്നത്. പക്ഷെ ഇവിടെ ഹാല് ലുവാനോട് വൈസ് പ്രിൻസിപ്പൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ലുവാൻ ആള് എക്സൈറ്റ്മെന്റ് കാരണം യെസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇനി നമ്മൾക്ക് കാര്യത്തിലേക്ക് വരാം. അമേരിക്കയിലെ പാർക്ക്മോണ്ട് എന്ന ഈ സ്കൂളിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിലാണ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾ പഠിക്കുന്നത്. സാമ്പത്തികമായി പാവപ്പെട്ട കുട്ടികളാണ് അധിക പേരും. അതുകൊണ്ട് അവര് ഗുണ്ടാ പണിക്കും മോഷണത്തിനും ഡ്രഗ്സ് വിൽപ്പനക്കൊക്കെ പോകുന്നവരാണ്. ആ ക്ലാസ്സിലേക്കാണ് ലുവാൻ പഠിപ്പിക്കാനായി പോകുന്നത്. എന്നാൽ അത് പുള്ളിക്കാരിക്ക് അറിയത്തില്ല. പുള്ളിക്കാരിയുടെ വിചാരം സ്പെഷ്യൽ സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും എന്നാണ്. സോ ഹാൽ ഗ്രിഫിത്ത് ലുവാന് ക്ലാസ് കാണിച്ചു കൊടുത്തു. അതേപോലെ അദ്ദേഹം പുള്ളിക്കാരിയോട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ തൊട്ട് ഇപ്പുറം തന്നെ ഉണ്ട് എന്ന് പറയുന്നുമുണ്ട്. സോ ആ ക്ലാസ്സിലേക്ക് ലുവാൻ കയറിയപ്പോൾ കാണുന്നത് കുട്ടികളൊക്കെ ഡെസ്കിന്റെ മുകളിൽ കയറി ഡാൻസ് കളിക്കുന്നു. പലരും ഡ്രഗ്സ് യൂസ് ചെയ്ത് അബോധാവസ്ഥയിലാണ്. അതേപോലെ വളരെ വൃത്തികെട്ട രീതിയിലാണ് അവരൊക്കെ സംസാരിക്കുന്നതും. അവരോട് ഞാനാണ് നിങ്ങളുടെ പുതിയ ടീച്ചർ എന്ന് ലുവാൻ പറഞ്ഞപ്പോൾ നല്ല പച്ചത്തെറിയായിരുന്നു ആ കുട്ടികളുടെ മറുപടി. ക്ലാസ്സിലെ മെയിൻ പ്രശ്നക്കാരനായ ഇവന്റെ പേരാണ് എമീലിയോ. എമീലിയോ ലുവാന്റെ അടുത്ത് വന്നിട്ട് പുള്ളിക്കാരിയോട് വളരെ മോശമായിട്ടൊക്കെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ അത് കേട്ട് ബാക്കിയുള്ള സ്റ്റുഡൻസും എമീലിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ക്ലാസിന്റെ അവസ്ഥ ലുവാന് ശരിക്കും മനസ്സിലാവുന്നത്. അങ്ങനെ പുള്ളിക്കാരി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. തൊട്ടപ്പുറമുള്ള ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഹാൽ ഗ്രിഫിത്ത് ഇത് കണ്ട് പുള്ളിക്കാരിയോട് സംസാരിക്കാനായി ചെന്നു. മിസ് ഷെപ്പേർഡിന് എന്താണ് സംഭവിച്ചത്? ആ ടീച്ചറിന് ഹാർട്ട് അറ്റാക്ക് വന്ന് ഇവിടുന്ന് പോയതാണോ എന്നൊക്കെ ഹാൽ ഗ്രിഫിത്തിനോട് ലുവാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഹാൽ ഗ്രിഫിത്ത് പറയാണ്, അല്ല, മിസ് ഷെപ്പേർഡ് അതിനു മുന്നേ ക്വിറ്റ് ചെയ്തു. പക്ഷെ അതിനുശേഷം വന്ന ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചറിന് ബ്ലഡ് പ്രഷർ കയറി ബോധം കെട്ടിട്ടുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ ലുവാന് ഷോക്കായി. എനിക്ക് ഈ വൃത്തികെട്ടന്മാരെ പഠിപ്പിക്കാനൊന്നും കഴിയത്തില്ല, ഞാൻ ഇന്ന് തന്നെ മതിയാക്കി പോയെന്ന്. അപ്പോൾ മിസ്റ്റർ ഹാൽ ഗ്രിഫിത്ത് പറയാണ്, പിന്മാറാൻ ആരെ കൊണ്ടും സാധിക്കും. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവരെ കയ്യിലെടുക്കാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അത് അവരുടെ അറ്റൻഷൻ കയ്യിലെടുക്കുക എന്നതാണ്. ആ ദിവസം വീട്ടിൽ ചെന്ന ലുവാന് മുഴുവനും ആലോചിച്ചത് എങ്ങനെ ഈ കുട്ടികളെ കയ്യിലെടുക്കും എന്നതാണ്. രാത്രി ഉറങ്ങാതെ ഇരുന്ന് ഇത് തന്നെയാണ് ലുവാൻ ആലോചിക്കുന്നത്. അങ്ങനെ പുള്ളിക്കാരിക്ക് മനസ്സിലായി ഈ കുട്ടികളുടെ അടുത്ത് താണു നിന്നാല് അവര് തലയിൽ കയറി നിരങ്ങും. അങ്ങനെ അടുത്ത ദിവസം ലുവാന് ക്ലാസ്സിലേക്ക് എല്ലാവരും എത്തുന്നതിനേക്കാൾ മുന്നേ വന്നതായി കാണാം. താൻ ഇന്നലെ പേടിച്ച് ഇറങ്ങിപ്പോയതല്ല എന്ന് കാണിക്കാൻ ലുവാൻ ടേബിളിന്റെ മുകളിൽ കാലൊക്കെ കയറ്റി വെച്ച് ബോൾഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. സ്റ്റുഡൻസ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ചോദിക്കാണ്, ഇവളല്ലേ ഇന്നലെ പോയത്, കിട്ടിയതൊന്നും മതിയായിട്ടില്ലേ, വീണ്ടും വന്നോ? സോ ഇവിടെ ലുവാന് ബ്ലാക്ക് ബോർഡിൽ ഞാൻ ഒരു US മെറൈൻ ആണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും കരാട്ടെ അറിയോ എന്ന് എഴുതുകയാണ്. എനിക്ക് കരാട്ടെ അറിയില്ല, എന്നാൽ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ അറിയാം, ഞാൻ വേണമെങ്കിൽ താങ്കളുടെ കൂടെ ഒരു കൈ നോക്കാം എന്ന് എമീലിയോ പറയുകയാണ്. ഐ ആം സോ സോറി, എനിക്ക് സ്റ്റുഡൻസിന്റെ മേൽ കൈ വെക്കാൻ അവകാശമില്ല. നാളെ നീ പോയി എനിക്കെതിരെ കേസ് കൊടുത്താൽ ഞാൻ കുടുങ്ങും മോനെ. പക്ഷെ നിങ്ങൾക്ക് ഞാൻ ഒരു അവസരം തരാം, കുറച്ചെങ്കിലും കരാട്ടെയെ കുറിച്ച് അറിയുന്നവർക്ക് വേദിയിലേക്ക് കടന്നു വരാം. അപ്പോൾ ഡുറൽ എന്ന പയ്യൻ, എനിക്ക് കരാട്ടെ അറിയാം, ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ റൗൾ എന്ന ഈ പയ്യൻ അവന്റെ ചാലഞ്ച് ഏറ്റെടുത്ത് വേദിയിലേക്ക് കടന്നു വന്നു. രണ്ടുപേർക്കും ഒരു തേങ്ങയും അറിയില്ല, ഡയലോഗ് മാത്രമേ ഉള്ളൂ. കരാട്ടെ എന്ന പേരിൽ രണ്ടും കോമാളി കളിയാണ് കളിക്കുന്നത്. അപ്പോൾ ലുവാൻ അവരോട്, മതി നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ മറ്റൊരു സ്റ്റുഡന്റ്, മാഡം നിങ്ങൾക്ക് കരാട്ടെ അറിയോ, എന്റെ ഫാസ്റ്റ് പഞ്ച് ബ്ലോക്ക് ചെയ്യാൻ കഴിയോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൻ പഞ്ച് ചെയ്യുകയാണ്. അത് എന്നാൽ വളരെ നിസ്സാരമായിട്ട് തന്നെ ലുവാൻ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ക്ലാസ്സിലെ സ്റ്റുഡൻസിനൊക്കെ മനസ്സിലായി മിസ് ലുവാൻ ജോൺസൺ ആളൊരു സാധാരണക്കാരിയല്ല എന്ന്. പുള്ളിക്കാരിക്ക് ഫൈറ്റ് ചെയ്യാൻ അറിയാം. അതിനുശേഷം ലുവാൻ ഡുറലിനും റൗളിനും എങ്ങനെയാണ് ശരിക്കും കരാട്ടെ ഫൈറ്റ്
ഫൈറ്റ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് എങ്ങനെ പഞ്ച് ചെയ്യണം, അതേപോലെ ആ പഞ്ച് എങ്ങനെ ബ്ലോക്ക് ചെയ്യണം എന്നൊക്കെയാണ് പുള്ളിക്കാരി അവരെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഇത് സ്റ്റുഡൻസിന് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. എല്ലാവരും ലുവാന്റെ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. പുറത്ത് ഹാൽ ഗ്രിഫിത്ത് ഇത് നോക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ലുവാൻ ആള് മിടുക്കിയാണ്. പുള്ളിക്കാരി ആ ക്ലാസിന്റെ അറ്റൻഷൻ കയ്യിലെടുത്തു. അതേപോലെ ലുവാൻ ആ സ്റ്റുഡൻസിന് നന്നാവാൻ ഒരു അവസരം കൊടുത്തു. അതായത് ഈ ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസും ഈ വർഷം പാസ് ഔട്ട് ആവാൻ സാധ്യത വളരെ കുറവാണ്. കാരണം എല്ലാവരുടെയും ഗ്രേഡ് സിയും ഡിയും ഇ ഒക്കെയാണ്. എന്നാൽ ലുവാൻ അവർക്ക് എല്ലാവർക്കും എ ഗ്രേഡ് നൽകുകയാണ്. എന്നിട്ട് അവരോട് പറയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പാസ് ആവാൻ കഴിയും, പക്ഷെ അതിനായി നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഞാൻ സൗജന്യമായി തന്ന എ ഗ്രേഡ് കളയാതെ സൂക്ഷിക്കുക എന്നതാണ്. അപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. കാരണം അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എ ഗ്രേഡ് കിട്ടുന്നത്. പക്ഷെ അടുത്ത ദിവസം ലുവാൻ ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ കുട്ടികളോട് ഇന്ന് ഞാൻ നിങ്ങളെ ഇംഗ്ലീഷ് ഗ്രാമർ ആണ് പഠിപ്പിക്കാനായി പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ എല്ലാവരുടെയും മൂഡ് പോയി. കാരണം അവരെല്ലാവരും കരാട്ടെ പഠിക്കാനാണ് വന്നത്. എല്ലാ ദിവസവും കരാട്ടെ പഠിച്ചാലും നിങ്ങളുടെ എ ഗ്രേഡ് നഷ്ടമാവും. അതുകൊണ്ട് ഇന്ന് ഗ്രാമർ പഠിക്കാം എന്ന് പറഞ്ഞ് ഒരു ചോദ്യം പുള്ളിക്കാരി ബോർഡിൽ എഴുതുകയാണ്. എന്നാൽ ആരും അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് ലുവാന് മനസ്സിലായപ്പോൾ പുള്ളിക്കാരി ആ ചോദ്യം മായ്ച്ചു. എന്നിട്ട് ബോർഡിൽ വി വാണ്ട് ടു ഡൈ അഥവാ ഞങ്ങൾക്ക് മരിക്കണം എന്ന് എഴുതുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ സ്റ്റുഡൻസിന് ക്യൂരിയോസിറ്റി ആയി, ഇതെന്താണ് സംഭവം എന്നൊക്കെ ആലോചിച്ച്. അങ്ങനെ ആ സെന്റൻസ് വെച്ച് അവര് പോലും അറിയാതെ അവരെ അതിന്റെ ഗ്രാമറിലെ വേർബ്സ് ഒക്കെ ലുവാൻ അവരെ പഠിപ്പിക്കുകയാണ്. അതായത് അത്രയും ബ്രില്യന്റ് ആയിട്ടാണ് ലുവാൻ ആ കുട്ടികളെ കയ്യിലെടുത്തത്. ഈ സമയമാണ് വൈസ് പ്രിൻസിപ്പൽ ക്ലാസ്സിലേക്ക് വന്നത്. എന്നിട്ട് ലുവാനോട് താങ്കൾ പോകുന്നതിന് മുൻപായിട്ട് പ്രിൻസിപ്പലിന്റെ ഓഫീസ് വരെ വരണം എന്ന് പറയുകയാണ്. സോ ഇവിടെ ലുവാന് ബുക്ക് വായിച്ചുകൊണ്ട് പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് പോകുന്നതായി കാണാം. പുള്ളിക്കാരി ഓഫീസിലെ ഡോറ് നോക്ക് ചെയ്യാതെ തുറന്നു. അപ്പോൾ ഇദ്ദേഹമാണ് പ്രിൻസിപ്പൽ. അദ്ദേഹം ലുവാനോട് പറയാണ്, മിസ് ലുവാൻ ജോൺസൺ, ഇതൊരു ഓഫീസാണ്, ഇവിടെ പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്. ഡോർ തുറക്കുമ്പോൾ അത് നോക്ക് ചെയ്യണമെന്ന് അറിയില്ലേ? ഐ എം സോ സോറി സർ. സാരമില്ല, വാ ഇരിക്ക്. ശേഷം അദ്ദേഹം ലുവാനോട് പറയാണ്, താങ്കൾ ക്ലാസ്സിൽ നിന്ന് കുട്ടികളെ കരാട്ടെയാണ് പഠിപ്പിക്കുന്നത് എന്ന വിവരം കിട്ടിയിട്ടുണ്ട്. അത് സ്കൂൾ പോളിസിക്ക് എതിരാണ്. ഏതെങ്കിലും ഒരു കുട്ടിക്ക് പരിക്ക് പറ്റിയാൽ അത് താങ്കൾക്ക് മാത്രമല്ല സ്കൂളിനെതിരെയും കേസാണ്. സോ ദയവ് ചെയ്ത് ഇനി ഇതുപോലെയുള്ള മിസ്റ്റേക്സ് ആവർത്തിക്കരുത്. സർ, ആക്ച്വലി അവരാരും ക്ലാസ് കേൾക്കാൻ തയ്യാറല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇപ്പോൾ അവരെ എനിക്ക് എന്റെ വഴിക്ക് കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ ലുവാൻ പറഞ്ഞപ്പോൾ, താങ്കൾ സ്മാർട്ട് ആണ് എന്ന് എനിക്കറിയാം, പക്ഷേ ബോർഡ് ഓഫ് എഡ്യൂക്കേഷനിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. അതനുസരിച്ച് മുന്നോട്ടേക്ക് പോകാൻ കഴിയുമെങ്കിൽ മാത്രമേ താങ്കൾക്ക് ഇവിടെ തുടരാൻ സാധിക്കൂ. പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ലുവാൻ ഹാൽ ഗ്രിഫിത്തിനെ കാണാൻ ചെന്നു. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. അതേപോലെ ബോർഡ് ഓഫ് എഡ്യൂക്കേഷന്റെ നിയമങ്ങൾ ഞാൻ മാറ്റുമെന്നും ലുവാൻ പറയുന്നുണ്ട്. അടുത്ത ദിവസം ഹാൽ ഗ്രിഫിത്ത് ലുവാനോട് ചോദിക്കാണ്, കരാട്ടയും കിക്ക് ബോക്സിംഗ് ഒന്നും ഇനി ചെയ്യാൻ കഴിയത്തില്ലല്ലോ, അപ്പോൾ ഇനി നീ എന്ത് ചെയ്യും? അപ്പോൾ ലുവാൻ തന്റെ ബാഗ് ഹാൽ ഗ്രിഫിത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. നീ ആള് വിളഞ്ഞ വിത്താണ് എന്ന് അദ്ദേഹം ലുവാനോട് പറയുന്നുമുണ്ട്. സോ സംഭവം വേറൊന്നുമല്ല, ചോക്ലേറ്റ്സ് ആണ് ഇന്ന് ലുവാൻ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയത്. തന്റെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയുന്ന സ്റ്റുഡൻസിന് ലുവാൻ ചോക്ലേറ്റ് കാൻഡി ബാർസ് സമ്മാനമായി നൽകും. സോ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ പോലെ ക്ലാസ്സിൽ ആയതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ചോക്ലേറ്റ് കിട്ടാൻ മാത്രമല്ല അവർക്ക് ജയിക്കണം എന്ന മൈൻഡ് സെറ്റിൽ അവർ മത്സരിച്ച് ഉത്തരം പറയാനേ തുടങ്ങി. അതിനുശേഷം പുള്ളിക്കാരി ടെസ്റ്റ് പേപ്പേഴ്സ് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടപ്പോൾ എല്ലാവരുടെയും മൂഡ് പോയി. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവർക്ക് കൊടുത്തിട്ട് ലുവാൻ പറയാണ്, ഈ ടെസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ സമ്മാനമായി നൽകാനായി പോകുന്നത് ചോക്ലേറ്റ് ഒന്നുമല്ല, നിങ്ങളെ എല്ലാവരും ഞാൻ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് കൊണ്ടുപോകും. ഇതിനൊക്കെ ആര് പണം ചിലവാക്കും എന്ന് സ്റ്റുഡൻസ് ചോദിച്ചപ്പോൾ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് ലുവാൻ പറയുകയാണ്. അപ്പോൾ തന്നെ സ്റ്റുഡൻസിന് മനസ്സിലായി ലുവാൻ അവരെ കൊണ്ട് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു അടവാണ് ഇത് എന്ന്. അങ്ങനെ ക്ലാസ് വിട്ടതിന് ശേഷം ഇനി എന്ത് ചെയ്യുമെന്ന് ലുവാൻ ആലോചിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ അതിനെക്കുറിച്ച് ഹാൽ ഗ്രിഫിത്തിനോട് സംസാരിച്ചപ്പോൾ ലുവാന് ഒരു ഐഡിയ കിട്ടി. അതായത് ഹാൽ ഗ്രിഫിത്ത് ഒരു പോയം റിസൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നല്ല കേട്ട് പരിചയമുള്ള പോയമാണ്. അപ്പോൾ ആ കവിത എഴുതിയത് ബോബ് ഡിലൻ എന്ന പോയിന്റ് ആണ്. എന്നാൽ ലുവാന്റെ മനസ്സിലുള്ളത് ഡിലൻ തോമസ് എന്ന പോയിന്റ് ആണ്. കവിത മാത്രമല്ല സെയിം, ആ രണ്ട് കവികളുടെ പേരും സെയിം ആണ്. അടുത്ത ദിവസം ലുവാന് ക്ലാസ്സിൽ ചെന്ന് ബോബ് ഡിലൻ എഴുതിയ ആ കവിത സ്റ്റുഡൻസിനെ കൊണ്ട് വായിപ്പിക്കുകയാണ്. പക്ഷെ ആ സ്റ്റുഡൻസ് വീണ്ടും ആ കവിത പഠിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. വീണ്ടും ലുവാൻ ആലോചിക്കാണ് അവരെ പഠിപ്പിക്കാൻ ഇനി എന്ത് ചെയ്യുമെന്ന്. സോ ക്ലാസ്സിൽ ഇന്ന് നടന്ന കാര്യങ്ങളെ കുറിച്ച് ഹാൽ ഗ്രിഫിത്തിനോട് ലുവാൻ ഇവിടെ പറയുന്നുണ്ട്. പുള്ളിക്കാരി ആള് സാഡ് ആണ്. അപ്പോൾ അദ്ദേഹം ലുവാന്റെ മൈൻഡ് ഒന്ന് ശരിയാക്കാൻ വേണ്ടി അദ്ദേഹം തന്റെ കുട്ടികളുടെ ഫോട്ടോസ് ഒക്കെ ലുവാന് കാണിച്ചു കൊടുക്കുകയാണ്. കുട്ടികളുടെ കുസൃതികളൊക്കെ ലുവാൻ കണ്ടപ്പോൾ പുള്ളിക്കാരിയുടെ മൈൻഡ് കുറച്ച് ശരിയായി. ലുവാൻ ഹാലിനോട് പറയാണ്, നീ ശരിക്കും ലക്കിയാണ്, നിനക്കൊരു സ്നേഹമുള്ള കുടുംബമുണ്ടല്ലോ. അപ്പോൾ
അപ്പോൾ ഹാൽ ഗ്രിഫിത്ത് ലുവാനോട് ചോദിക്കാണ്, നീ ആരെങ്കിലും കാണുന്നുണ്ടോ? അതായത് ഡൈവോഴ്സ് ആയിട്ട് 6 മാസമായി, ഇനി മറ്റൊരാളെ നിനക്ക് നോക്കിക്കൂടെ? അത് നിനക്കൊരു തുണയാവും എന്നൊക്കെയാണ് ഹാൽ ഗ്രിഫിത്ത് പറയുന്നത്. എന്നാൽ അതിനൊന്നും താൻ റെഡി അല്ല എന്ന് ലുവാൻ പറയുകയാണ്. സോ ഇവിടെ ക്ലാസ്സിന് പുറത്തുനിന്ന് റൗളും എമീലിയും തർക്കിക്കുന്നതായി കാണാം. റൗള് എമീലിയോക്ക് കുറച്ച് കാശ് കൊടുത്തിട്ടുണ്ട്, എന്നാൽ എമീലിയോ അത് ഇതുവരെ തിരിച്ചു നൽകിയിട്ടില്ല. അപ്പോൾ അത് ചോദിക്കാൻ ചെന്ന റൗളും അതേപോലെ എമീലിയും വഴക്കായി തല്ലാവുകയാണ്. അപ്പോൾ അവിടെ ഓടിച്ചെന്ന് അവരെ ലുവാൻ തടയുകയാണ്. അവരോട് ലുവാൻ പറയാണ്, ഈ കാര്യം ഞാൻ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ രണ്ടുപേരും സ്കൂളിൽ നിന്ന് പുറത്താവും. അത് വേണ്ടെങ്കിൽ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അവര് രണ്ടുപേരും ലുവാനോട് ശരി, ഇനി ഞങ്ങൾ പ്രശ്നമാക്കില്ല എന്ന് പറഞ്ഞു ചെല്ലുകയാണ്. എന്നാൽ അത് ജസ്റ്റ് ലുവാനെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അവര് രണ്ടുപേരും ഒന്നിച്ച് ലോക്കർ റൂമിൽ ചെന്ന് അവിടുന്ന് ഫൈറ്റ് ചെയ്യാനായി തുടങ്ങി. അങ്ങനെ അത് ചെറിയ ഫൈറ്റ് ഒന്നുമല്ല, വലിയ ഫൈറ്റ് തന്നെയായിരുന്നു. അങ്ങനെ പ്രശ്നം ഗുരുതരമായി. സ്കൂളിലേക്ക് പോലീസ് വന്ന് രണ്ടുപേരും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ലുവാൻ റൗളിനോട് സംസാരിക്കാനായി പോവുകയാണ്. നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? നീ പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് എനിക്ക് വാക്ക് തന്നതല്ലേ? എനിക്ക് അങ്ങനെ ഇത് വിട്ടുകളയാൻ കഴിയത്തില്ല. അതെനിക്ക് നാണക്കേടാണ്, എന്റെ അഭിമാന പ്രശ്നമാണ് എന്നൊക്കെ റൗള് പറയുകയാണ്. അതിനുശേഷം ലുവാൻ അറസ്റ്റിലായ എമീലിയോ കാണാനായി ചെന്നു. അവനോടും ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൻ പറയാണ്, ഞാൻ പാവപ്പെട്ട വീട്ടിൽ നിന്നാണ് വരുന്നത്. എനിക്ക് പണത്തിന് ആവശ്യമുണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് അവന് തിരിച്ചു നൽകാൻ സാധിച്ചിട്ടില്ല. അവൻ പ്രശ്നമുണ്ടാക്കിയപ്പോൾ എനിക്ക് അവനെ തല്ലണമെന്ന് തോന്നി. നിനക്ക് സഹായം വേണമെങ്കിൽ നിനക്കെന്നാൽ എന്നോട് ചോദിച്ചൂടേനെ എന്ന് ലുവാൻ പറഞ്ഞപ്പോൾ, എന്നിട്ട് എന്തിനാണ് താങ്കൾക്ക് കയ്യെത്തില്ല എന്ന് പറയാനാണോ എന്ന് എമീലിയോ ചോദിക്കുകയാണ്. സോ പോലീസ് അവരൊക്കെ റിലീസ് ചെയ്തതിനു ശേഷം അവരുടെയൊക്കെ അഡ്രസ് ലുവാൻ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ആദ്യം ലുവാൻ ചെന്നത് റൗളിന്റെ വീട്ടിലേക്കാണ്. 4 സഹോദരങ്ങളാണ് റൗളിനുള്ളത്. ഇതാണ് റൗളിന്റെ അച്ഛനും അമ്മയും. അച്ഛൻ ലുവാനോട് പറയാണ്, മാഡം എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ ഇവനോട് പല തവണ പറഞ്ഞതാണ് പ്രശ്നത്തിനൊന്നും പോകാൻ നിൽക്കരുത് എന്ന്. എന്നാൽ അവൻ കേട്ടിട്ടില്ല. അമ്മ പറയാണ്, ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷയാണ് അവൻ. പക്ഷെ അവൻ ഇങ്ങനെ കളിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് എത്രമാത്രം സങ്കടമുണ്ടെന്ന് അറിയുമോ? പക്ഷെ ലുവാൻ ആ മാതാപിതാക്കളോട് പറയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ഇവൻ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. ഇവൻ ഇപ്പോൾ നന്നായി പഠിക്കാൻ തുടങ്ങി. ക്ലാസ്സിൽ ഇവൻ മികച്ച സ്റ്റുഡന്റ് ആണ്. പല സ്റ്റുഡൻസും ഇവന്റെ അടുത്തേക്കാണ് ഡൗട്ട്സ് ചോദിക്കാനായി പോകാറുള്ളത്. അതേപോലെ എന്റെ ഫേവറേറ്റ് സ്റ്റുഡന്റ് കൂടിയാണ് ഇവൻ എന്നൊക്കെ ആ മാതാപിതാക്കളോട് മകനെ കുറിച്ച് ലുവാൻ പറഞ്ഞപ്പോൾ അവർക്ക് ശരിക്കും അഭിമാനമായി. ഇതൊക്കെ കേട്ട റൗളിനും ഒരുപാട് സന്തോഷമായി. കാരണം തന്റെ മാതാപിതാക്കൾ അഭിമാനിക്കുന്നത് ആദ്യമായിട്ടാണ് റൗൾ കാണുന്നത്. എല്ലാത്തിന്റെയും കാരണക്കാരി ലുവാനാണ്. ഇതേപോലെ പുള്ളിക്കാരി എമീലിയോന്റെ വീട്ടിലും ചെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ അടുത്ത ദിവസം ക്ലാസ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻസിന് എല്ലാവർക്കും അവരുടെ ടീച്ചർ ലുവാനോട് ഭയങ്കര ബഹുമാനമാണ്. അവരൊക്കെ ഇപ്പോൾ ലുവാനോട് ഭയങ്കര ബഹുമാനത്തോടെ സംസാരിക്കാനായി തുടങ്ങി. അതേപോലെ നമ്മൾക്കറിയാം ക്ലാസ്സിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരനാണ് എമീലിയോ. അവൻ പോലും ഇപ്പോൾ നന്നായി. താൻ ചെയ്തതിനൊക്കെ അവൻ ലുവാനോട് മാപ്പ് പറയുകയാണ്. അതേപോലെ പുള്ളിക്കാരി ചെയ്ത ഉപകാരത്തിന് അവൻ ലുവാനോട് നന്ദി പറയുന്നുമുണ്ട്. സോ ഇവിടെ തന്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസിനൊക്കെ ലുവാൻ വാക്ക് കൊടുത്തതുപോലെ അമ്യൂസ്മെന്റ് പാർക്കിൽ തന്റെ സ്വന്തം ചെലവിൽ കൊണ്ടുപോയതായി കാണാം. അത് പ്രിൻസിപ്പൾ ലുവാനെ ചോദ്യം ചെയ്തു. അപ്പോൾ ലുവാൻ പ്രിൻസിപ്പളിനോട് പറയാണ്, കുട്ടികളാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ അവരുടെ കൂടെ പോയി, അല്ലാതെ ഞാനല്ല അവരെ കൂട്ടി കൊണ്ടുപോയത്. പ്രിൻസിപ്പാള്, കുട്ടികളാണോ താങ്കൾക്ക് വേണ്ടി ടിക്കറ്റ് എടുത്തത് എന്ന് ചോദിച്ചപ്പോൾ, അല്ല, ഞാനാണ് എന്റെ കുട്ടികൾക്ക് വേണ്ടി ടിക്കറ്റ്സ് എടുത്തത് എന്ന് ലുവാൻ പറയുകയാണ്. സോ ഇവിടെ ക്ലാസ്സിൽ നിന്ന് ലുവാൻ ഒരു കോൺടെസ്റ്റ് നടത്തുകയാണ്. ആ കോൺടെസ്റ്റിന്റെ പേര് ഡിലൻ എന്നാണ്. അതായത് ബോബ് ഡിലന്റെ കവിതയാണ് അവർ പഠിക്കുന്നത്. അതേപോലെ മറ്റൊരു കവിയാണ് ഡിലൻ തോമസ്. സോ കുട്ടികൾക്ക് കൊടുത്ത ടാസ്ക് ബോബ് ഡിലൻ എഴുതിയ വളരെ സിമിലർ ആയിട്ടുള്ള കവിത ഡിലൻ തോമസും എഴുതിയിട്ടുണ്ട്. അത് കണ്ടുപിടിക്കുക എന്നതാണ് ടാസ്ക് വിജയിക്കുന്നവരെ ഞാൻ ഏറ്റവും എക്സ്പെൻസീവ് റെസ്റ്റോറന്റിൽ ഡിന്നറിന് കൊണ്ടുപോകും എന്നാണ് ലുവാൻ സ്റ്റുഡൻസിനോട് പറഞ്ഞത്. 1995 സിനിമ ആയതുകൊണ്ട് തന്നെ ആ കാലത്ത് ചാറ്റ് GPT ഒന്നുമില്ല ചോദിക്കാൻ. അങ്ങനെ കുട്ടികൾ എല്ലാവരും ആ കവിത കണ്ടെത്താനായി ലൈബ്രറിയിലെ എല്ലാ ബുക്സും റെഫർ ചെയ്യുകയാണ്. ഈ ക്ലാസ്സിലെ കുട്ടികളെ ലൈബ്രറിയിൽ കണ്ടിട്ട് മറ്റു ടീച്ചേഴ്സും അതേപോലെ ലൈബ്രറിയിലൊക്കെ അന്തം വിട്ടു. കാരണം ഇവന്മാരെയൊക്കെ ആദ്യമായിട്ടാണ് ഈ പരിസരത്ത് അവർ കാണുന്നത് തന്നെ. കാക്ക മലർന്നു പറക്കുന്നുണ്ടോ എന്ന് ഇനി ചെന്ന് നോക്കേണ്ടി വരും. അവരെല്ലാവരും കണ്ടുപിടിച്ച കവിത ലുവാൻ ചെക്ക് ചെയ്യുകയാണ്. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ അടുത്ത ദിവസം കോൺടെസ്റ്റിൽ വിജയിച്ചവരെ ലുവാൻ പറയാനായി പോവുകയാണ്. എല്ലാവരും ആകാംക്ഷയോടെ വിജയികൾ ആരാണെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ 3 പേരാണ് വിജയിച്ചത്. ഒന്നാമത്തത് ഡുറൽ, പിന്നെ റൗൾ, അതേപോലെ കാലി എന്ന പെൺകുട്ടി. അതേപോലെ സ്റ്റുഡൻസിനോട് ലുവാൻ പറയാണ്, ഇവർ 3 പേരും വിജയിച്ചു എന്ന് വെച്ച് ഈ ക്ലാസ്സിലെ ബാക്കിയുള്ളവർ പരാജയപ്പെട്ടിട്ടില്ല. എല്ലാവരും വിജയികളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ്സ് ഈ ബോക്സിൽ നിന്ന് എടുക്കാം. അങ്ങനെ ക്ലാസ് വിട്ട് കഴിഞ്ഞതിന് ശേഷം കാലി ലുവാനെ കാണാനായി വന്നു. എന്നിട്ട് പുള്ളി
പുള്ളിക്കാരി ലുവാനോട് പറയാണ്, മാഡം എനിക്ക് റെസ്റ്റോറന്റിൽ വരാൻ കഴിയത്തില്ല, കാരണം ഞാൻ എല്ലാ രാത്രിയും സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് പോകാറുണ്ട്, എനിക്ക് ലീവ് കിട്ടത്തില്ല. അപ്പോൾ ലുവാൻ റെസ്റ്റോറന്റിന്റെ മെനു കാലിക്ക് കൊടുത്തിട്ട്, അങ്ങനെയാണെങ്കിൽ നീ നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഓർഡർ ചെയ്, ഞാൻ നിനക്ക് ഭക്ഷണം എത്തിച്ചു തരാം എന്ന് പറയുകയാണ്. സോ ഇവിടെ റെസ്റ്റോറന്റിൽ റൗൾ എത്തിയതായി കാണാം. അവൻ നല്ല അടിപൊളി ലെതർ ജാക്കറ്റ് ഒക്കെ ധരിച്ചിട്ടാണ് വന്നത്. ലുവാൻ ദുറൽ എവിടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പാർട്ട് ടൈം ജോബിന് പോകുന്നത് കൊണ്ട് അവന് വരാൻ കഴിയത്തില്ല എന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഓഹോ, അപ്പോൾ ഞാനും നീയും മാത്രം. മാഡം എന്റെ ജാക്കറ്റ് തൊട്ടു നോക്ക്, ലെതർ ആണ് എന്നൊക്കെ റൗൾ ലുവാനോട് പറയുന്നുണ്ട്. ഇവിടെ വെയിറ്റർ ഭക്ഷണത്തിന്റെ ലിസ്റ്റ് പറയുമ്പോൾ അത് കേട്ട് റൗളിന്റെ കിളി പോയി. ആദ്യമായിട്ടാണ് ഈ ഫുഡ്സിന്റെ ഒക്കെ പേര് റൗൾ കേൾക്കുന്നത് തന്നെ. അദ്ദേഹം പോയതിനു ശേഷം ലുവാൻ റൗളിനോട് പറയാണ്, നീ വേണം ഫുഡ് ഓർഡർ ചെയ്യാൻ, എനിക്ക് തോന്നുന്നില്ല എനിക്ക് അയാളോട് സംസാരിക്കാൻ കഴിയുമെന്ന്, നീ തന്നെ സംസാരിക്കണം, അത് നിനക്ക് നല്ലൊരു പ്രാക്ടീസ് ആവുമെന്ന് റൗളിനോട് ലുവാൻ പറയുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ റൗൾ വിളിച്ചിട്ട് റൗൾ തന്നെ നല്ല കോൺഫിഡൻസിൽ ഭക്ഷണം ഓർഡർ ചെയ്യുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ റൗൾ ലുവാനോട് ഒരു കാര്യം പറയുകയാണ്, അതായത് അടുത്ത 1-2 ആഴ്ച ഞാൻ ക്ലാസ്സിൽ വരത്തില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, ദയവ് ചെയ്ത് മാഡം അത് വീട്ടിൽ ചെന്ന് എന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു കൊടുക്കരുത്. അപ്പോൾ ലുവാന് എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ റൗൾ പറയാണ്, ഞാൻ ഈ എക്സ്പെൻസീവ് ലെതർ ജാക്കറ്റ് സ്ട്രീറ്റിൽ നിന്നാണ് വാങ്ങിയത്, $200 ആണ് ഇതിന് വില, ആ പണം 2 ആഴ്ചക്കുള്ളിൽ ഞാൻ അവന് തിരികെ നൽകണം. അപ്പോൾ ലുവാൻ ചോദിക്കാണ്, എന്തിനാണ് നീ സ്ട്രീറ്റിൽ നിന്ന് ജാക്കറ്റ് വാങ്ങിയത്, നിനക്ക് സ്റ്റോറിൽ പോയിട്ട് വാങ്ങിക്കൂടെ? മാഡം സ്റ്റോറിൽ ഇതുപോലുള്ള ജാക്കറ്റിന്റെ എത്രയാണ് വില എന്നാണ് വിചാരം, എനിക്കൊന്നും ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത വിലയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയത്. അവൻ ചിലപ്പോ ഇത് എവിടെന്നെങ്കിലും കട്ടുകൊണ്ട് വന്നതായിരിക്കും, അതൊന്നും എനിക്കറിയില്ല, അവന് ഞാൻ അവന്റെ $200 കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ എന്തായാലും എന്നെ കൊല്ലും, അതുകൊണ്ട് മാഡം എനിക്ക് ലീവ് അനുവദിച്ചേ മതിയാവൂ. അപ്പോൾ ലുവാൻ റൗളിനോട് പറയാണ്, നിനക്ക് ലീവ് അനുവദിക്കാൻ കഴിയത്തില്ല, നീ ലീവ് എടുത്താൽ ഉറപ്പായും ഞാൻ നിന്റെ മാതാപിതാക്കളോട് പറഞ്ഞു കൊടുക്കും, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ മാഡം, അവൻ എന്നെ എന്തായാലും കൊന്നുകളയും. അപ്പോൾ ലുവാൻ റൗളിനോട് പറയാണ്, ആ $200 നിനക്ക് ഞാൻ തരാം, പക്ഷെ അതിനു പകരമായി നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരണം. അപ്പോൾ റൗൾ ചോദിക്കാണ്, വലിയ കാര്യമാണോ അതോ ചെറിയ കാര്യമാണോ എന്ന്. അത്ര വലിയ കാര്യമൊന്നുമല്ല, പക്ഷെ അത് നീ എന്തായാലും എനിക്ക് വേണ്ടി ചെയ്തു തരണം. അപ്പോൾ ലുവാൻ റൗളിനോട് പറഞ്ഞത്, ഞാൻ നിനക്ക് $200 തരാം, എന്നാൽ നീ ഗ്രാജുവേറ്റ് ആവുന്ന ആ ദിവസം ആ പണം നീ എനിക്ക് തിരിച്ചു നൽകിയാൽ മതി. അപ്പോൾ മാഡം ഞാൻ ഗ്രാജുവേറ്റ് ആയിട്ടില്ലെങ്കിലോ എന്ന് റൗൾ ചോദിച്ചപ്പോൾ, നിനക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, നീ എന്തായാലും പഠിച്ച് പാസ്സായി ഗ്രാജുവേറ്റ് ആയേ തീരൂ. അങ്ങനെ റൗൾ ലുവാന് വാക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം ഭക്ഷണവുമായി ലുവാൻ കാലി ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കാലിക്ക് ഒരുപാട് സന്തോഷമായി. ഇവിടെ കാലിക്ക് ലുവാന് ഒരു കരിയർ അഡ്വൈസ് നൽകുകയാണ്, അതായത് നിനക്ക് നല്ലോണം ഇംഗ്ലീഷ് ഗ്രാമർ അറിയാം, അതുകൊണ്ട് നീ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് പഠിക്കണം, അത് നിനക്ക് ഒരുപാട് ഉപയോഗം ചെയ്യും. അപ്പോഴാണ് കാലി ലുവാനോട് പറയുന്നത്, മാഡം ഞാൻ പാർക്ക്മോണ്ട് സ്കൂൾ വിടാനായി പോവുകയാണ്, എന്നിട്ട് ക്ലിയർ വ്യൂ സ്കൂളിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് കാരണം എന്ന് ലുവാൻ ചോദിച്ചു. എന്താണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? ഞാൻ ഗർഭിണിയാണ്, നമ്മുടെ സ്കൂളിൽ ടീനേജ് പെൺകുട്ടികൾ ഗർഭിണിയായാൽ അവിടെ പഠിക്കാൻ അനുവാദമില്ല, എന്നാൽ ക്ലിയർ വ്യൂ സ്കൂളിൽ ടീനേജ് മദേഴ്സിന് വേണ്ടിയുള്ള ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ലുവാൻ ആകെ സങ്കടത്തിലായി. അങ്ങനെ ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കാനായി ലുവാൻ വൈസ് പ്രിൻസിപ്പലിനെ കാണാനായി ചെന്നു. കാലി എന്ന പെൺകുട്ടി വളരെ ബ്രില്യന്റ് ആണ്, നമ്മുടെ സ്കൂളിലെ ഈ നിയമം കാരണം ആ പെൺകുട്ടിയുടെ ബ്രൈറ്റ് ഫ്യൂച്ചർ ആണ് ഇല്ലാതെയാവുന്നത്. അപ്പോൾ വൈസ് പ്രിൻസിപ്പൽ ലുവാനോട്, സോ സോറി, ഇത് ബോർഡ് ഓഫ് എഡ്യൂക്കേഷന്റെ റൂൾ ആണ്, അതിൽ ഒരു മാറ്റവും വരുത്താൻ കഴിയത്തില്ല എന്ന് പറയുകയാണ്. എന്തായാലും വൈസ് പ്രിൻസിപ്പലിനോട് ദേഷ്യത്തിലാണ് ലുവാൻ സംസാരിക്കുന്നത്, പക്ഷെ പുള്ളിക്കാരിയെ കൊണ്ട് ഒന്നും ചെയ്യാനാവത്തില്ല. ഇവിടെ ലുവാൻ കാലിയുടെ വീട്ടിലേക്ക് പോവുകയാണ്, എന്നിട്ട് പുള്ളിക്കാരിയോട് സംസാരിക്കുകയാണ്. കാലി ലുവാനോട് ചോദിക്കാണ്, മാഡം എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത്? ഞാൻ കല്യാണം കഴിച്ചിരുന്നു, ഞാൻ ഗർഭിണിയുമായിരുന്നു, എന്നാൽ ഗർഭിണിയായ സമയത്ത് എന്റെ ഭർത്താവ് എന്നെ ഉപദ്രവിച്ചു, അത് കാരണം എന്റെ വയറ്റിലുള്ള കുട്ടിയെ എനിക്ക് നഷ്ടമായി, അതോടെ ഞാൻ എന്റെ ഭർത്താവിനെ ഡൈവോഴ്സ് ചെയ്തു. ഇതൊക്കെ വളരെ സങ്കടത്തോടെയാണ് കാലിയോട് ലുവാൻ പറയുന്നത്. എമിലിയോയുടെ ശത്രുവാണ് ഷോർട്ടി എന്ന ഇവൻ ഇത്ര കാലം ജയിലായിരുന്നു, എന്നാൽ ഇപ്പോഴാണ് റിലീസ് ആയതിനു ശേഷം അവന് ആ സ്കൂളിൽ അഡ്മിഷനും കിട്ടി. അവൻ ജയിലായതിനു ശേഷം അവന്റെ ഗേൾ ഫ്രണ്ട് അവന്റെ അടുത്തുനിന്ന് ബ്രേക്കപ്പ് ആയി. ആ പെൺകുട്ടി ഇപ്പോൾ എമിലിയോന്റെ ഗേൾ ഫ്രണ്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്ടിക്ക് എമിലിയോട് തീരാത്ത പാകയാണ്. നീ എന്റെ കാമുകിയെ തട്ടിയെടുത്തതാണ്, നിന്നെ എന്തായാലും ഞാൻ കൊല്ലുമെന്നൊക്കെ എമിലിയോനെ ഷോർട്ടി വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ എമിലിയോന്റെ ഗേൾ ഫ്രണ്ടിന് ഉറപ്പായി അവൻ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന്. അങ്ങനെ പുള്ളിക്കാരി എമിലിയോനോട് കുറച്ചു നാൾ എവിടെങ്കിലും മാറി നിൽക്കാനായി പറയുകയാണ്. എന്നാൽ എമിലിയോ അത് കേൾക്കാൻ തയ്യാറല്ല. ഈ കാര്യം എമിലിയോന്റെ കാമുകി ലുവാനോട് പറയുകയാണ്. അപ്പോൾ ലുവാൻ എമിലിയോട്, നീ എന്നാൽ കുറച്ചു ദിവസം എന്റെ വീട്ടിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാനൊന്നും എമിലിയോ തയ്യാറല്ല. അപ്പോൾ എമിലിയോന്റെ കാമുകിയും എമിലിയോനോട് അത് തന്നെ പറയുകയാണ്. ഇപ്പോൾ നിനക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലം ലുവാൻ ടീച്ചറിന്റെ വീട്ടിൽ തന്നെയാണ്, ദയവ് ചെയ്ത് നീ മാഡത്തിന്റെ കൂടെ
പോകണം. അങ്ങനെ ലുവാന്റെ ഒപ്പം എമീലിയോ പുള്ളിക്കാരുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എമീലിയോന്റെ ജീവന് രക്ഷിക്കാനായി ലുവാൻ എമീലിയോനോട് പറയാണ്, അവൻ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് അല്ലേ, നമ്മുടെ പ്രിൻസിപ്പൾ വിചാരിച്ചാൽ അദ്ദേഹത്തിന് അവനെതിരെ കേസ് ഫയൽ ചെയ്യാൻ കഴിയും. അപ്പോൾ നീ നാളെ തന്നെ പ്രിൻസിപ്പളിനെ കണ്ട് ഈ കാര്യം കംപ്ലൈന്റ് ചെയ്യണം. അവനെതിരെ സ്ട്രോങ് ആയിട്ടുള്ള കേസ് വന്നാൽ അവന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നൊക്കെ എമിലിയോനോട് ലുവാൻ പറയുകയാണ്. അടുത്ത ദിവസം പുള്ളിക്കാരി ഉറങ്ങി എഴുന്നേറ്റ് നോക്കിയപ്പോൾ എമിലിയോയെ കാണുന്നില്ല. അവൻ ഓൾറെഡി പോയിട്ടുണ്ട്. പെട്ടെന്ന് ലുവാൻ സ്കൂളിലേക്ക് പോയി. എന്നിട്ട് പ്രിൻസിപ്പളിനെ കണ്ട്, സർ നിങ്ങളെ കാണാൻ എന്റെ സ്റ്റുഡന്റ് എമിലിയോ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ, അവൻ വന്നിരുന്നു എന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു. അവൻ സാറിനോട് എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അവനെ ഞാൻ പറഞ്ഞയച്ചു എന്നായിരുന്നു പ്രിൻസിപ്പളിന്റെ മറുപടി. എമിലിയോ ഡോർ നോക്ക് ചെയ്യാതെയാണ് ഓഫീസിലേക്ക് കയറി വന്നത്. അപ്പോൾ തന്നെ പ്രിൻസിപ്പൾ അവനെ ഗെറ്റ് ഔട്ട് അടിച്ചു. ഇത് കേട്ട് ലുവാന് ഭയങ്കര ദേഷ്യം വന്നു. ക്ലാസ്സിൽ ചെന്നപ്പോൾ എമിലിയോ ഇതുവരെ ക്ലാസ്സിൽ എത്തിയിട്ടില്ല. എല്ലാവരും ക്ലാസ്സിൽ ഭയത്തോടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് വൈസ് പ്രിൻസിപ്പൾ ലുവാനെ കാണാനായി വന്നത്. ഐ എം സോ സോറി ലുവാൻ, നിങ്ങളുടെ സ്റ്റുഡന്റ് എമിലിയോ ഇന്ന് വെടിയേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. അപ്പോൾ ഈ വാർത്ത കേട്ട് ലുവാൻ ആളാകെ ഷോക്കായി. കാരണം തനിക്ക് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് ഓർത്ത്. അങ്ങനെ ആ സങ്കട വാർത്ത ക്ലാസ്സിലെ സ്റ്റുഡൻസുമായി ലുവാൻ പങ്കുവെക്കുകയാണ്. പിന്നീടുള്ള രാത്രികൾ ഒന്നും ലുവാന് ഉറക്കം കിട്ടിയിട്ടേയില്ല. അങ്ങനെ പുള്ളിക്കാരി ആ തീരുമാനം എടുക്കുകയാണ്. ഇവിടെ ഒരു ദിവസം ക്ലാസ്സിൽ ലുവാൻ വന്നിട്ട് സ്റ്റുഡൻസിനോട് ഞാൻ ജോലി രാജിവെക്കുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും സങ്കടത്തോടെ അവരുടെ പ്രിയപ്പെട്ട ടീച്ചറിനോട് ദയവ് ചെയ്ത് രാജിവെക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. റൗള് ചോദിക്കാണ്, ഞാൻ മാഡത്തിന് പ്രോമിസ് തന്നതല്ലേ, ഓർമ്മയില്ലേ? ഞാൻ പ്രോമിസ് തന്നിട്ടുണ്ടെങ്കിലും ആ പ്രോമിസ് നടപ്പിലാക്കാൻ മാഡം എന്തായാലും ഇവിടെ വേണ്ടേ? അതിനു മുന്നേ മാഡം പോയാൽ എങ്ങനെ ശരിയാവും? എന്തായാലും പുള്ളിക്കാരിക്ക് വാക്കുകളൊന്നും കിട്ടാതെ പൊട്ടിക്കരയുകയാണ്. സോ ഇവിടെ സ്കൂളിൽ നിന്ന് രാജിവെക്കാൻ ഒരുങ്ങിയ ലുവാന് തന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുകയാണ്. റൗൾ ആണ് പുള്ളിക്കാരിയെ സഹായിക്കുന്നത്. മാഡത്തിന് ഒരു കാര്യം അറിയോ? മാഡം അന്ന് എനിക്ക് $200 തന്ന് എന്നെ സഹായിച്ചില്ലേ? എന്റെ ജീവിതത്തിൽ ഒരാൾ എന്നോട് ചെയ്ത ഏറ്റവും വലിയ സഹായമാണ് അത്. ഒരു മെക്സിക്കൻ പയ്യനായ എനിക്ക് ആരും വിശ്വസിച്ച് പണം തരില്ല, എന്നാൽ മാഡം എനിക്ക് തന്നു. സോ ഇന്നാണ് ലുവാന്റെ ലാസ്റ്റ് ദിവസം. അപ്പോൾ ക്ലാസ്സിൽ പോയപ്പോൾ ക്ലാസ്സിൽ കാലി എന്ന ഗർഭിണിയായ പെൺകുട്ടിയൊക്കെ തിരിച്ചു വന്നതായി കാണാം. പുള്ളിക്കാരി വന്നത് ലുവാൻ മാഡത്തോട് പോകരുത്, നിങ്ങൾ ഇവിടെ തന്നെ വേണം എന്നൊക്കെ പറയാനാണ്. അതേപോലെ ഓരോ സ്റ്റുഡൻസും അവരുടെ ജീവിതത്തിൽ ലുവാൻ കൊണ്ടുവന്ന മാറ്റങ്ങളെ കുറിച്ച് എടുത്തെടുത്ത് പറയുകയാണ്. നിങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവന്നത്. അവർ അവരുടെ പ്രിയപ്പെട്ട ടീച്ചറിന് പുള്ളിക്കാരിയുടെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് പുള്ളിക്കാരിയോടൊപ്പം ഡാൻസ് കളിക്കുകയാണ്. ഫൈനലി ലുവാൻ ജോലി രാജിവെക്കുന്നത് പിൻവലിച്ചു. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ലുവാന്റെ ഈ സ്കൂളിലെ ഫസ്റ്റ് ഡേ എല്ലാവരും ക്ലാസ്സിൽ നിന്ന് പുള്ളിക്കാരിയെ ഓടിച്ചു വിട്ടു. അതേ ടീച്ചറിനെ ഇപ്പോൾ അതേ കുട്ടികൾ വിടാൻ തയ്യാറല്ല. ഇവിടെയാണ് ഡേഞ്ചറസ് മൈൻഡ്സ് എന്ന സിനിമ അവസാനിക്കുന്നത്. ഒരു വൃദ്ധന്റെ ജയിലിലെ ഞെട്ടിക്കുന്ന കഥ പറയുന്ന സിനിമയാണ് എസ്കേപ്പ് ഫ്രം ഡെത്ത് ബ്ലോക്ക് 13. ആ സിനിമയുടെ എക്സ്പ്ലനേഷൻ കാണാൻ ഈ വീഡിയോ ക്ലിക്ക് ചെയ്താൽ മതി.